കെ ശശിയെ രൂക്ഷമായി വിമർശിച്ച് CPIM പാലക്കാട് ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് എന്നൊരു വാർത്ത വരുന്നു. കടുത്ത അച്ചടക്ക ലംഘനമാണ് ശശിയിൽ നിന്നുണ്ടായതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇ.പി. ജയരാജനെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. NN കൃഷ്ണദാസിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇന്നലെ കൃഷ്ണദാസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് വിമർശനങ്ങൾ ഉയർന്നത്. നിഖിൽ പ്രമേശാണ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചെയ്യുന്നത്. നിഖിൽ, ജില്ലാ സമ്മേളനം നടക്കുന്നു, പല വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം NN കൃഷ്ണദാസിന്റെ വിഷയമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഇപ്പോൾ PK ശശിക്കെതിരെയും വലിയ വിമർശനം സമ്മേളനത്തിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. രണ്ടുപേരുടെയും പാട്ട് മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്റ്റീന പാടുന്നത് നമ്മൾ അധികം കേട്ടിട്ടില്ല. പ്രജിൻ നമ്മുടെ ഭാവഗായകനാണ്. എല്ലാ വിധത്തിലുള്ള ആശംസകളും. ഗുഡ് മോർണിംഗ്. വാർത്തയിലേക്ക് വന്നാൽ PK ശശിക്കെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനം ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കടുത്ത അച്ചടക്ക ലംഘനമാണ് ശശിയിൽ നിന്നുണ്ടായത് എന്നുള്ളൊരു വിമർശനമാണ് ഉണ്ടാവുന്നത്. നെല്ല് സംഭരണം ഗൗരവത്തിൽ കാണണം. അത് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ PK ശശിക്കെതിരെ നടപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ കടുത്ത വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ പോയേനെ എന്നുകൂടി ഈ പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനമായും ചർച്ചയായ വിഷയങ്ങൾ EP ജയരാജനെതിരെ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ജയരാജന്റെ വിവാദ കൂടിക്കാഴ്ച പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, മത്സരം പാടില്ലെന്ന നിയമം ലംഘിച്ച് ജില്ലയിൽ ഏരിയ കമ്മിറ്റിക്ക് മത്സരിക്കാൻ ശ്രീശൂരം ഏരിയ കമ്മിറ്റിക്ക് അനുമതി നൽകിയാലും വിമർശനമുണ്ട്. അതോടൊപ്പം തന്നെ ഈ നെല്ല് സംഭരണം ഗൗരവത്തിൽ കാണണം, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും, കർഷകർ ഏറെയുള്ള ജില്ലയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്നും ഇപ്പോൾ ഈ ചർച്ചകൾ തുടരും. നാളെയാണ് ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അടക്കം തെരഞ്ഞെടുക്കുക. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. വിഭാഗീയത പല മേഖലകളിൽ നിന്ന്, അതായത് ജില്ല പൂർണ്ണമായി വിഭാഗീയ തലത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, പലയിടങ്ങളിൽ വിമർശനങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കൊഴിഞ്ഞാമ്പാറ അടക്കമുള്ള മേഖലകളിൽ പാർട്ടിയിൽ ഒരു വിഭാഗം സമാന്തര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യമടക്കം ഇന്ന് ചർച്ചയാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബ്രൂവറി വിഷയമടക്കം ഇന്ന് ചർച്ചയ്ക്ക് വന്നേക്കും.